പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ തോതിൽ മറ്റു രാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവശ്യ സാധനങ്ങൾക്ക് പോലും വിലക്കയറ്റം ഉണ്ടാകുന്ന സാഹചര്യം. ഇസ്രായേലിന്റെ ചരടുവലിയിൽ ട്രംപ് ആകട്ടെ ക്രൂരത നിറഞ്ഞ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. മുൻകാലങ്ങളിലായി തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടുകൂടി തന്നെ ട്രംപ് ആകട്ടെ ആ ഒരു നിലപാടിന് ഒരു അയവ് വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ആകട്ടെ തങ്ങൾക്ക് ഒരു രാജ്യത്തിൻ്റെയും പോലും അനുമതിയുടെ ആവശ്യമില്ല റഷ്യൻ എണ്ണ വാങ്ങുന്നത് എന്നതിൽ ഈ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ ഇപ്പോൾ മറ്റൊരു രീതിയിൽ ട്രംപ് ആകട്ടെ ഇതിനെ എടുത്ത് സൂചിപ്പിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ ഇന്ധനക്ഷാമം രൂക്ഷമായത് വലിയൊരു കാരണവും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തന്നെ ഇവിടെ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഗൾഫിലെയും അവിടെ പശ്ചിമേഷ്യയിലെയും വിതരണ മാർഗത്തിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെ ആഗോള ഊർജ്ജ വിപണിക്ക് അതിന് മീതെയുള്ള സമ്മർദ്ദം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് താൽക്കാലിക ഇളവ് അനുവദിച്ചതായി തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ തങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന നിലപാട് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. US ഇസ്രായേൽ ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ 30 ദിവസത്തെ ഇളവ് ഇന്ത്യക്ക് അനുവദിക്കുന്നതായി തന്നെ US ട്രഷറി സെക്രട്ടറി ഇവിടെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുന്ന വേളയിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വിപണികളിൽ സ്ഥിരത ഉറപ്പാക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാൻ തന്റെ ഭരണകൂടം ഇവിടെ സജ്ജമാണ് എന്നതായിരുന്നു ട്രംപിന്റെ മറുപടി. അങ്ങനെയുണ്ടെങ്കിൽ സമ്മർദ്ദം അല്പം ലഘൂകരിക്കാൻ താൻ നടപടി സ്വീകരിക്കും എന്നതായിരുന്നു പറഞ്ഞതും. നിലവിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ആഗോള ഊർജ്ജ വിതരണം ശക്തമായി തന്നെ തുടരുന്നതാണ് എന്നും ട്രംപ് അവിടെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതേസമയം എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അനുമതി ആവശ്യമില്ല എന്ന് ഭാരതം ഇവിടെ എടുത്ത് അടിവരയിട്ട് പറയുകയും വ്യക്തമായ ഒരു നിലപാട് സൂചിപ്പിക്കുകയും ചെയ്തു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഒരു രാജ്യത്തിന്റെയും അനുമതിയോ അല്ലെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഇത്തരം ഒരു കാര്യത്തെ ആശ്രയിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ കേന്ദ്രം വ്യക്തമാക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്നും കേന്ദ്രം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യയുടെ ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ തന്നെ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം റഷ്യ, ഇന്ത്യ, US, ഇസ്രായേൽ, ഇറാൻ യുദ്ധം മൂലം തന്നെ ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധി രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടി ഏറ്റവും മിതമായ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന ഏതൊരിടത്തു നിന്നും ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യയുടെ ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ തന്നെ അത് സുരക്ഷിതമാണ് എന്നും സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്നും കേന്ദ്രം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യക്ക് US 30 ദിവസത്തെ താൽക്കാലിക ഇളവാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ ഏതെങ്കിലും രാജ്യത്തിന്റെ അനുമതിയുടെ ആവശ്യം തേടില്ല എന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഒരു രാജ്യത്തിന്റെയും അനുമതി തേടില്ല എന്നും അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കില്ല എന്നും വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 2026 ഫെബ്രുവരിയിലും റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ വിതരണക്കാർ അവിടെ റഷ്യ തന്നെയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ 3 വർഷക്കാലം USന്റെയും യൂറോപ്യൻ യൂണിയന്റെയും എതിർപ്പുകൾക്കിടയിൽ പോലും റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറായി എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. റിഫൈനറികളുടെ ആവശ്യങ്ങളും വിലക്കയറ്റവും കാരണം 2022 ശേഷം ഇറക്കുമതിയിൽ കാര്യമായ വർധനവുണ്ടായതായും കേന്ദ്രം ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്യുകയാണ്. അതായത് ട്രംപ് ഇനി എത്രത്തോളം ഇന്ത്യയെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ പുകഴ്ത്താൻ ശ്രമിച്ചാലും ഇന്ത്യ അതിലൊന്നും തന്നെ മുഖവിലക്കെടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണിപ്പോൾ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയതിലൂടെ തന്നെ മനസ്സിലാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.